KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ നീക്കം കടുപ്പിച്ച ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണമെന്നാണ് ആവശ്യം. സംഘടനാ സംവിധാനത്തിലെ വീഴ്ചകൾക്ക് സുധാകരൻ മാത്രമല്ല ഉത്തരവാദിയെന്നാണ് സുധാകര അനുകൂലികളുടെ നിലപാട്. KPCC അധ്യക്ഷനെ മാറ്റിയാൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന ഉപാധി ഇവർ മുന്നോട്ട് വെക്കും. കെ ജയന്തിനെ KPCC അധ്യക്ഷന്റെ അറ്റാച്ച് സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കുന്നതിലും സുധാകരനെ അനുകൂലിക്കുന്നവർക്ക് അതൃപ്തിയുണ്ട്. അതേസമയം KPCC അധ്യക്ഷ നടപടിക്കെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് MA ലത്തീഫ്. എ ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ലത്തീഫിന്റെ നീക്കം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ലത്തീഫുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന നിരവധിയായ വിഷയങ്ങൾ, ഇപ്പോൾ ഗ്രൂപ്പിന് അതീതമായ വിഷയങ്ങളൊക്കെ ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. സുധാകരനെതിരെ നേരത്തെ തന്നെ വലിയ എതിർപ്പുണ്ട്. ഇപ്പോൾ ലത്തീഫിനെ നടപടി സ്വീകരിച്ചപ്പോൾ അത് വർദ്ധിക്കുകയും ചെയ്തു. എന്താണ് സാഹചര്യം? ഏത് തരത്തിലാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? രാജ്യത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. KPCC അധ്യക്ഷ പദവിയിലേക്ക് കെ സുധാകരൻ തിരികെ വരാതിരിക്കുന്നതിന് വേണ്ടി രഹസ്യ നീക്കം നടന്നിരുന്നുവെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പദവിയിലേക്ക് സമ്മർദ്ദതന്ത്രം ചെലുത്തി തിരികെ എത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തിരികെ എത്തിയതിന് തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്, ഒരു തരത്തിലും ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന MM ഹസൻ എടുത്ത തീരുമാനങ്ങൾ അത് പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന ആ തീരുമാനം അദ്ദേഹം പറയുന്നു. കൃത്യം ഒരാഴ്ച പിന്നിടുമ്പോൾ എ ഗ്രൂപ്പിന്റെ തന്നെ തിരുവനന്തപുരത്തെ പ്രമുഖ നേതാവായിരുന്ന MA ലത്തീഫിനെ പാർട്ടിയിലേക്ക് തിരികെ എടുത്ത നടപടി റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കുന്നു. അതിൽ പ്രകോപിതരായാണ് എ ഗ്രൂപ്പ് നേതൃത്വം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ പൂർണ്ണ പിന്തുണയോടെ MA ലത്തീഫ് ഹൈക്കമാൻഡിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല, ഹൈക്കമാൻഡിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പരാതി നൽകാനുള്ള നിർദ്ദേശമാണ് എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ MA ലത്തീഫിനെ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി കെ സുധാകരനെതിരെയുള്ള ഒരു എ ഗ്രൂപ്പിന്റെ ഉൾപ്പെടെയുള്ള നീക്കമായി ഇത് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. കാത്തിരിക്കുകയാണ് ജൂൺ 4-ന് തെരഞ്ഞെടുപ്പിന് ഫലം വരുന്നതിന് വേണ്ടി. ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തവണത്തെ 12 സീറ്റിൽ നിന്നും കുറവ് വരുന്ന സാഹചര്യമുണ്ടായാൽ അത് സംഘടനാ സംവിധാനത്തിലുണ്ടായ പിഴവ് മൂലമാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കെ സുധാകരനെതിരായ നീക്കം കടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. അവിടെ AI ഗ്രൂപ്പിൽ ഉൾപ്പെട്ട നേതാക്കൾ പൂർണ്ണമായി സുധാകരനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സുധാകരനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് KPCC അധ്യക്ഷന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയായിരുന്ന കെ ജയന്ത് പൊതുസംഘടനയിലടക്കം ഇടപെട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. സമാനമായ പരാതിയുമായി അറ്റാച്ച്ഡ് സെക്രട്ടറി സ്ഥാനത്ത് കെ ജയന്ത് തുടരുന്നതിനെതിരെ കെ സുധാകരനൊപ്പമുള്ള നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായി മാറിയാൽ അത് സുധാകരനെ മാറ്റണമെന്ന ശബ്ദത്തിന്റെ ആക്കം കൂടുന്ന തരത്തിലേക്ക് അതിന് നമുക്കറിയാം. ഈ സുധാകരനും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ ഒരുപോലെ നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ നിന്ന് ജോലി ചെയ്ത് കോൺഗ്രസ് നേരത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കത്തക്ക വിധത്തിലുള്ള ചില അറ്റാച്ച്മെന്റുകളൊക്കെ കാണിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ആ ബന്ധം വഷളായി. ആലപ്പുഴയിലൊക്കെ പരസ്പരം ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം പരസ്യമായി തന്നെ. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന തരത്തിൽ പലതവണ വാർത്ത വന്നിരുന്നു. ഇത് നമ്മൾ മാധ്യമങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. പക്ഷേ അവർ പലതും മറച്ചു വെക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു അർത്ഥത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് KPCC അധ്യക്ഷൻ മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറണം എന്നൊരു പാക്കേജ്, ആ തരത്തിൽ മാറാമെന്നുള്ള പാക്കേജ് ഈ മറുവിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, അവർക്ക് പലപ്പോഴും പരാതി ഉണ്ടായിരുന്നല്ലോ, അവരെ ഒന്നും പല കാര്യങ്ങളിലും അടുപ്പിക്കുന്നില്ല ഈ രണ്ടുപേരും വന്നതിന് ശേഷമെന്ന്. പക്ഷേ ഇപ്പോൾ ഇവരുദ്ദേശിച്ച കാര്യവും സാധിക്കുന്നില്ല. മുതിർന്ന നേതാക്കളുടെ അതൃപ്തി പാർട്ടി ഈ നേതൃത്വം നേടിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെ മുന്നോട്ട് പോകാനാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ് അവരുടെ പ്രതികരണം? ആ തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ? കൂടുതൽ ഇടപെടൽ ഹൈക്കമാൻഡ് അടക്കം ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യവും സാധ്യതകളുമുണ്ടോ? രഞ്ജിത്ത്, പരസ്യ പ്രതികരണത്തിന് മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ രഹസ്യമായി ഗ്രൂപ്പ് യോഗങ്ങൾ പലയിടങ്ങളിലായി പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് വെച്ച് അടക്കം അത്തരം യോഗം ചേരുന്ന സാഹചര്യമുണ്ടായി. അതിലെടുത്ത തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ, അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്നൊരു തീരുമാനം. അതായത് സംഘടനാ തലത്തിലെ ദൗർബല്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അതിന് കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് കെ സുധാകരനെതിരെ പോർമുഖം തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് കോൺഗ്രസിനുള്ളിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘടനാ തലത്തിലുണ്ടാകുന്ന ദൗർബല്യത്തിന് KPCC അധ്യക്ഷൻ മാത്രമല്ല ഉത്തരവാദി, പ്രതിപക്ഷ നേതാവ് VD സതീശനും അതിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്ന തരത്തിലുള്ള ജയശങ്കർ ടെലിഫോൺ ലൈൻ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു ലത്തീഫ്
വർക്കലിലെ ലത്തീഫിന്റെ വിഷയം മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായിരുന്ന പടലപ്പിണക്കങ്ങൾ സുധാകരനും സതീഷിനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നേരത്തെ ഗ്രൂപ്പൊക്കെ അവസാനിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഗ്രൂപ്പുകൾ നിലനിൽക്കുന്നു, നേതാക്കൾക്കിടയിൽ അസാരസ്യം തുടരുന്നു. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല, അതിന് മുൻപ് തന്നെ പലതും പുറത്തു വരികയാണ്. അത് സ്വാഭാവികമാണല്ലോ. ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അതിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിയാത്ത ഒരുപാട് നേതാക്കന്മാർ ആ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ്. അത് സംസ്ഥാന തലത്തിലും അതല്ല ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ സ്ഥിതി അത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF-ന് മെച്ചപ്പെട്ട വിജയം ഉണ്ടാവും. ഒരുപക്ഷെ 2019 അത്രയുമല്ലെങ്കിലും അതിനോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം കോൺഗ്രസ്സുകാർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ദിശാബോധത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും പാർട്ടിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് കരുതി എന്തെങ്കിലും പ്രവർത്തനം നടത്തിയെന്നുള്ളതല്ല. സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഏത് മണ്ഡലത്തിൽ നോക്കിയാലും മതി, തിരുവനന്തപുരത്താണെങ്കിലും ശരിയാണ്, പാലക്കാട്ടാണെങ്കിലും കാസർഗോട്ടാണെങ്കിലും ഒക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ഏറ്റവും അധികം കൈമേമർന്ന് പ്രവർത്തിച്ചത് അതാത് സ്ഥലങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഞാൻ പറയില്ല, കോൺഗ്രസ് നേതാക്കളാണ്. ഒരു പക്ഷേ വടകരയിൽ അങ്ങനെ ഏതെങ്കിലും 1-2 മണ്ഡലങ്ങളിൽ ഒഴിച്ച് മറ്റൊരു സ്ഥലത്തും കോൺഗ്രസ്സുകാർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ല. വടകരയിൽ തന്നെ കോൺഗ്രസ്സുകാരെക്കാളും ആത്മാർത്ഥമായിട്ട് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചത് മുസ്ലിം ലീഗുകാരാണ്. അപ്പൊ ഇതാണ് സാഹചര്യം. പക്ഷേ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയത്തിന്റെ അവകാശം ആർക്കാണ്? അത് ആരുടെ ക്രെഡിറ്റിലാണ് എഴുതേണ്ടത്, ആരുടെ കണക്കിലാണ് അത് പറ്റെഴുതേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ മൂപ്പളമ തർക്കമുണ്ട്. കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായാൽ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മാറും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഇവരുടെ മേന്മകൊണ്ടല്ല, മറ്റേ ഭാഗക്കാരുടെ ഭാഗത്തുള്ള അത്യന്ത ഗുരുതരമായ കൃത്യവിലോപം കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. അതൊരു പ്രതിപക്ഷ അനുകൂല വികാരമല്ല. ഈ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ് 2019 വലിയ വിജയത്തിന് ശേഷം 2021 ദയനീയമായ തിരിച്ചടി നേരിടേണ്ടി വന്നു. അപ്പൊ നമുക്ക് പണ്ട് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ടല്ലോ, കുതിരയെ നമുക്ക് വെള്ളത്തിനടുത്തേക്ക് കൊണ്ടുപോകും, പക്ഷെ വെള്ളം കുടിപ്പിക്കാൻ പറ്റുകയില്ല. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. കോൺഗ്രസിനെ ആൾക്കാരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലും കോൺഗ്രസ്സുകാർ ആ ജയിപ്പിച്ച ആൾക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇത്ര എനിക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ഡാൻ, ഈ സാഹചര്യങ്ങൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിജയം പരാജയം അതിന്റെ ഉത്തരവാദികൾ ആരാണ് ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ പൂർണ്ണമായും സുധാകരനിൽ തലയിൽ 1-2 സീറ്റ് കുറഞ്ഞാൽ കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ നീക്കുക എന്ന ആവശ്യം പ്രായോഗികമാണോ ഈ ഘട്ടത്തിൽ? കാരണം മറ്റു പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അറ്റാച്ച്ഡ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പുതിയ പോസ്റ്റാണെന്ന് തോന്നുന്നു. അതിലൊക്കെ അതൃപ്തിയുള്ളവരുണ്ടാകാം. ഒരു കണ്ണൂർ ലോബിയുടെ പക്കൽ ഈ പാർട്ടിയെ നയിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനെയൊക്കെ മറികടന്ന് ഒരു വിജയം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമോ, അതോ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണോ? രഞ്ജിത്ത്, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കണ്ണൂരിൽ KPCC അധ്യക്ഷനായിരുന്ന K സുധാകരന് വീണ്ടും ലോക്സഭയിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നതിന് വേണ്ടി K ജയന്ത് രഹസ്യമായ നീക്കങ്ങൾ നടത്തിയെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത്. അതിൽ അതൃപ്തിയുള്ള ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. അത് വലിയ തരത്തിലുള്ള അതൃപ്തിക്ക് വഴിവെച്ചേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് K സുധാകരനെ തന്നെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലേക്ക് കണ്ണൂരിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അടക്കം ആ ഒരു നിലപാട് എടുത്തുകൊണ്ട് K സുധാകരനെ സമ്മർദ്ദത്തിലാക്കിയത്. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ജൂൺ 4-ാം തീയതിക്ക് ശേഷം മാത്രം ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം മാറ്റണമോ എന്ന കാര്യം, MM ഹസനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമോ എന്ന കാര്യം തീരുമാനിക്കാമെന്ന നിലപാടിലായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ. അത് അപകടം മണത്തു തന്നെയാണ് K സുധാകരൻ പാർട്ടി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തി ആ സ്ഥാനത്തേക്ക് തിരികെ എത്തുന്ന സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായി കണ്ണൂരിൽ ഏതെങ്കിലും തരത്തിൽ K സുധാകരന് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അദ്ദേഹത്തിനെതിരെ ആയുധമാക്കി മാറ്റാൻ മറ്റ് നേതാക്കൾ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. സ്വാഭാവികമായി പുനഃസംഘടനയിലടക്കം അതൃപ്തിയുള്ള നേതാക്കളുണ്ട്.
ആ നേതാക്കളാണ് കെ സുധാകരനൊപ്പം ഒരു ഘട്ടത്തിൽ നിന്ന നേതാക്കളാണ് അദ്ദേഹത്തെ കെ ജയന്ത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സുധാകരൻ പക്ഷത്ത് നിന്ന് മാറുന്ന സാഹചര്യമുണ്ടായത്. അവർ ഇപ്പോഴും പറയുന്നത് സുധാകരനൊപ്പം അറ്റാച്ച്ഡ് സെക്രട്ടറിയായി കെ ജയന്ത് തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അതിനെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുമെന്നാണ്. അവരാരും ഇതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മാത്രമാണ് മലബാറിൽ നിന്നുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ പാർട്ടി നടപടിയെടുത്ത സമയത്ത് മാത്രം ഈ കെ ജയന്തിനെതിരെയും മറ്റ് നേതാക്കൾക്കെതിരെയും സുധാകരന് ഒപ്പമുള്ള മറ്റ് നേതാക്കൾക്കെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലം വരാൻ വേണ്ടിയാണ് പാർട്ടിയിൽ അദ്ദേഹത്തോട് അമർഷമുള്ളവർ വരെ കാത്തിരിക്കുന്നത്. തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായി അത് KPCC അധ്യക്ഷനെതിരായ പോർമുഖം തുറക്കുന്ന ആദ്യപടിയായി മാറുമെന്ന് തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ. ശരി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത് ഡാൻ കുര്യനാണ്.